എസ് ശ്രീജിത്തിനെ DGP-ആയി സ്ഥാനക്കയറ്റം നൽകാൻ ഇത്ര തിടുക്കം കാട്ടിയത് എന്തിനെന്ന് ഹൈക്കോടതി വിജിലൻസ് ക്ലിയറൻസ് വാങ്ങിയിരുന്നോ എന്നും കോടതി ചോദിച്ചു. സ്ഥാനക്കയറ്റം സാധാരണ നടപടി മാത്രമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ DGP-ആക്കി ഉത്തരവ് ഇറങ്ങുന്നു. പിന്നീട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലടക്കം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ്? പ്രതീക്ഷ, KM ഷാജഹാന്റെ ഹർജിയിലാണ് ഇത്തരത്തിലൊരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. DGP-ആയി എസ് ശ്രീജിത്തിന് സ്ഥാനക്കയറ്റം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ADGP സ്ഥാനത്ത് നിന്ന് DGP സ്ഥാനത്തേക്ക് ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടതില്ലേ? നിങ്ങൾ ആ വിജിലൻസ് ക്ലിയറൻസ് വാങ്ങിയിട്ടുണ്ടോ എന്നതാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്. സർക്കാർ ഈ സ്ഥാനക്കയറ്റമെല്ലാം സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നും നേരത്തെ തന്നെ ഇതിനുള്ള പട്ടികകളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ അന്ന് വിജിലൻസ് ക്ലിയറൻസ് അടക്കം ഉണ്ടായിരുന്നുവെന്നുമാണ് കോടതിയെ ധരിപ്പിച്ചത്. പക്ഷേ കോടതി പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ പരാതി വരുന്നു, അപ്പോൾ ഈ സ്ഥാനക്കയറ്റം നൽകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടിയിരുന്നില്ലേ, എന്തുകൊണ്ട് ആ വിജിലൻസ് ക്ലിയറൻസ് വാങ്ങിയിട്ടില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട പരാതിയിൽ മറുപടി നൽകാനായി ഈ മാസം 10-ാം തീയതി വരെയാണ് ഇപ്പോൾ ഹൈക്കോടതി സാവകാശം നൽകിയിരിക്കുന്നത്. നേരത്തെ 2 ആഴ്ചത്തെ സാവകാശം സർക്കാർ ചോദിച്ചെങ്കിലും ആ സാവകാശം ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി ഇറക്കിയിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ DGP ആയിട്ടുള്ള പ്രമോഷൻ നൽകിയ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ളതാണെങ്കിൽ ഹർജിക്കാരന് അക്കാര്യം മറ്റൊരു ഹർജിയായി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ നിയമ നടപടികൾ തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് കോടതി. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് DGP-ആയി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. തീരുമാനം കൂടി കൈവരുന്ന സാഹചര്യത്തിൽ ഇതൊരു പ്രോസസ്സ്, ഈ വിജിലൻസ് ക്ലിയറൻസ് സാധാരണഗതിയിൽ തേടേണ്ടതായിരുന്നില്ലേ? മാത്രമല്ല, ഈ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ചീഫ് സെക്രട്ടറിക്കടക്കം വിമർശനം ഉണ്ടാവുകയും ക്ലീൻ ചിറ്റ് റദ്ദാക്കുകയും ചെയ്ത നടപടി. ഇതൊക്കെ അടക്കം മുന്നിലുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഭാവി എന്തെന്നാണ് മനസ്സിലാക്കേണ്ടത് ബിനിൽ, നിയമപരമായി നോക്കുമ്പോൾ? പ്രതീക്ഷ, സർക്കാർ പറയുന്നത് ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. കാരണം IPS ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റി ലിസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അടുത്ത DGP-ആയി പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടിയിരുന്നത് MR അജിത് കുമാറിനെയാണ്. അദ്ദേഹം സസ്പെൻഷനിൽ പോയി. അപ്പോൾ അത് സസ്പെൻഷനിൽ പോകുമ്പോൾ സ്വാഭാവികമായും തൊട്ടടുത്ത് ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ എസ് ശ്രീജിത്താണ്. അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് എന്നാണ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. കാരണം നേരത്തെ തന്നെ ആ സീനിയോറിറ്റി ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ പാലിച്ചിരുന്നതാണ് എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ്, ഈ പ്രൊമോഷൻ നടത്തുന്ന സമയത്ത് ആ സമയത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വിജിലൻസ് ക്ലിയറൻസ് വാങ്ങേണ്ടിയിരുന്നതല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ കോടതി ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും എസ് ശ്രീജിത്തിനെ ഇപ്പോൾ DGP-ആയി സർക്കാർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്രൊമോഷൻ നടപടികൾ നിയമപരമായി എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് കോടതി ഈ ഹർജിക്കാരനോട് നിങ്ങൾക്ക് ഇതിൽ ഇനി ഈ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നൊരു കേസുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ലിബർട്ടി ഉണ്ട്, നിങ്ങൾക്ക് മറ്റൊരു ഹർജിയുമായി കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശരി, എസ് ശ്രീജിത്തിനെ DGP-ആയി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ഹർജി വന്ന സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.